അച്ഛാ. ശ്രേയ, ഒന്ന് വേഗം വാ, കുളി പോണ്ടേ? വാ. ഗുഡ് മോർണിംഗ് കൊച്ചി. മറഞ്ഞ സന്ധ്യകൾ പലപ്പോഴും പുനർജനിക്കുന്നത് ഇത്തരം ഗുഡ് മോർണിംഗ്സിലൂടെയാണ് അല്ലെ? It's 6:30 on the radio clock and it's RJ Abhishek on air wishing you a wonderful സുപ്രഭാതം. ഇപ്പൊ രാവിലെ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ പേപ്പേഴ്സിലും കവർ ചെയ്ത ഒരു ഹോട്ട് ന്യൂസ്, നമ്മുടെ സ്വന്തം കളക്ടർ ബ്രോയുടെ ഓപ്പറേഷൻ സുലൈമാനി ഒരു വൻ വിജയമായിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നോബൽ ആയിട്ടുള്ള ഒരു കോസ് വൻ വിജയമാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വകയും സ്റ്റേഷന്റെ വകയും ഒരു ബിഗ് സല്യൂട്ട് ആണ്. Now coming up next is Good Morning City with RJ Abhishek. ശാരദമ്മായി, ഞാൻ ഇറങ്ങുവാണേ. മോളെ പോവല്ലേ, ദാ വന്നു. ശ്രേയ, ഇതെങ്കിലും കുടിച്ചിട്ട് പോ. നിന്റെ അച്ഛന്റെ ആണ്ടല്ലേ ഇന്ന്. അമ്പലത്തിൽ പോയിട്ട് തിലകോമം കഴിച്ചു, അതാ വൈകിയേ. ഇത് മുഴുവൻ കുടിക്കേ. വഴി കഴിച്ചോളാം. ശേ, പിന്നെ ഇയാളെയും കൂട്ടിയിട്ട് പോയാലും മതി. ഞങ്ങളോട് ചെന്ന് വിളിക്കാം സാർ. എന്തെങ്കിലും സാർ ഉണ്ടാവുമല്ലോ. ആ, ശ്രേയ യെസ് സർ. വരൂ. ശ്രേയ ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. സർ, കുടിക്കാൻ എന്താ വേണ്ടത്? വേണ്ട സർ. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ആരോ ഉണ്ട് എന്ന് വേണം സംശയിക്കാൻ. ട്രസ്റ്റ് മാനേജർ ഇടിക്കില്ല, അയാൾ മിസ്സിംഗ് ആണ് സർ. കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം? കുടുംബത്തിലെ കാരണവന്മാരുടെ സ്മരണാർത്ഥം തലമുറകളായി നിലനിന്നു പോരുന്ന സ്ഥാപനം അവിടെ ഇപ്പം അവനെയൊക്കെ അടുപ്പിച്ചു കഴിഞ്ഞപ്പോഴേ ട്രസ്റ്റിന്റെ അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞതാ. സോറി സർ, 21 കേസസ് ഓഫ് സെക്ഷുവൽ അബ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻക്വയറി നടത്താതെ നിവർത്തിയില്ല. ഓ, ഈ എൻക്വയറി നടക്കേണ്ടത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമാണ്. ഇത്രയും പരാതിക്കാരിൽ ഒരു പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഓക്കെ സർ, ഞാൻ ഇറങ്ങാം. സാർ മരുന്ന്. ഇതാരാ? ശ്രേയ IPS. മോഡലിംഗ് ചെയ്യാറുണ്ടോ? നല്ല ഫോട്ടോജനിക് ആണല്ലോ.
ഒരു സെൽഫി വീഡിയോ ഇങ്ങോട്ട് എടുത്തു തന്നാൽ നമുക്ക് വൈറലാക്കാം. ഇവനെ അറിയില്ലേ? മഞ്ഞക്കിളി മീഡിയ. നമ്മുടെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ സ്റ്റാറ്റസ് ആയി, ലൈക്കായി, കിളി പറക്കുന്ന പോലെ പറപ്പിക്കും. ഞാനിവനെ മരംകൊത്തി എന്നും വിളിക്കും. 2.5 lakh ജെന്യൂൻ ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഇവന്റെ. നമുക്ക് പൊളിക്കാന്നേ. എൻ്റെ അച്ഛനെ കാണാൻ വന്നതല്ലേ? ശ്രേയമാടോ എന്തിനാ ഈ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ എൻ്റെ അച്ഛനെ കാണാൻ വരുന്നത്? നല്ല കാര്യമുണ്ടോ? പബ്ലിസിറ്റി വേണമെങ്കിൽ ഇതേ നോക്കി, മല്ലുകളിൽ പോലീസ് യൂണിഫോം. വാടാ. എവിടുന്നാണാവോ വരവ്? അച്ഛൻ്റെ സൽപ്പേര് നിലനിർത്താൻ വേണ്ടി പോയതാ. ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ഇനാഗുറേഷൻ. ആരോഗ്യം, സമാധാനം, വികസനം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ദേവനാഥൻ ട്രസ്റ്റിന്റെ എൻക്വയറി തുടങ്ങിയത് അറിഞ്ഞോ? ഇപ്പം അറിഞ്ഞു. അച്ഛൻ സമാധാനമായല്ലോ. വികസനമൊക്കെ വന്നോളൂ അച്ഛൻ. അതെ, നിന്റെ ഈ കുറുക്കു വഴികളുടെ വികസനമാണല്ലോ. ഇതൊന്നും രണ്ടും അല്ല, 21 പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. അറിഞ്ഞോ ആവോ? സകല ചരാചരങ്ങളുടെയും നാഥനാണ് അച്ഛ മഹാദേവൻ. കേട്ടിട്ടില്ലേ? പോയോ? നല്ല കോട്ടാണ്. ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്താൽ പൊളിക്കും. ഗുഡ് മോർണിംഗ്. ദീപൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നാളെ അല്ലേ ഓഡിറ്റോറിയം ഇനോഗ്രേഷൻ? യെസ്, VIP ലിസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. നമുക്കൊന്ന് ഇരിക്കണം. ഷുവർ. വാണി ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇന്നെന്താ കോള്? ഒരു ഹൈ പ്രൊഫൈൽ പെറ്റി കേസ്. കം സൂൺ. ഓക്കെ. ഇനി പോലീസ് സ്റ്റേഷൻ കയറിയാണെന്ന് എനിക്ക് വയ്യ. മോൾക്ക് എന്ത് സംഭവിച്ചെന്നറിയണം. അത്രേ ഉള്ളൂ. അതിന് എൻ്റെ മോൾ ശ്രമിക്കണം. ശ്രേയ, We are here. സാവൻ എത്തിയില്ലേ? ദേവനാഥൻ ട്രസ്റ്റിലെ ഇടുക്കളെ തപ്പി ഒരു ലോക്കൽ സെർച്ചിന് പോയിരിക്കുക കക്ഷി. ഹി വിൽ ജോയിൻ അസ്. പ്ലീസ് ബി ഓൺ സ്റ്റാൻഡ് ബൈ ഫോർ ഹിം. MLA പറഞ്ഞത് വെച്ച് ദിസ് കേസ് ക്യാൻ ടേൺ ഹൈ പ്രൊഫൈൽ എനി മൊമെന്റ്. നാളെ അല്ലേ ഇനോഗ്രേഷൻ? സെൻട്രൽ മിനിസ്റ്ററിന്റെ സെക്യൂരിറ്റി ആരാ ലീഡ് ചെയ്യുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഓക്കെ, ബട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രോഗ്രാം ചേഞ്ച് ആയി. മന്ത്രി സ്കൂട്ടായി. ഡൽഹിയിൽ എന്തോ ഒരു അർജന്റ് മീറ്റിംഗ്. പകരം MLA വാമദേവൻ സാർ ഇനോഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സോഷ്യൽ ആക്ടിവിസ്റ്റ് അരുന്ധതി ആൻഡ് കോഴിക്കോട് കളക്ടർ നിഷാന്ത് നായർ അവരും കൺഫേം ചെയ്തു. യെസ് മാം. So as per protocol, I don't need to be there. ഗുഡ് മോർണിംഗ് സർ. മാം, ഇതാണ് ലിസ്റ്റ്. നമ്മുടെ വിക്ടിമായി നിൽക്കുന്ന എല്ലാവരുടെയും ഫുൾ ഡീറ്റെയിൽസ്, പേരും ഫോട്ടോ അടക്കം ഇതിൻ്റെ അകത്തുണ്ട്. Did you check the authenticity as well? യെസ്, എവറിത്തിങ് ഫൈൻ. Genuine Can have a look, ma'am.
എറണാകുളം ജില്ലയിൽ നടക്കാവ് ജംഗ്ഷനിൽ നിന്ന് 13 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായി. ഈ ഫോട്ടോയിൽ കാണുന്ന കൃത്തിക എന്ന പെൺകുട്ടി നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ല കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ടീമിനെ ചുമതല ഏൽപ്പിച്ചതായി ഡെപ്യൂട്ടി കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് നടക്കാവ് CA ദീപൻ അറിയിച്ചു. We need to surround ourselves with people who believe in positive changes. അത് മതി നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ. ഈ പോസിറ്റീവ് തിങ്കിങ് വെച്ച് വലിയ പ്രശ്നങ്ങൾക്ക് പോലും സിമ്പിൾ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. സമൂഹത്തിന് ആവശ്യം പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നവരെ മാത്രമല്ല, അതിന് പ്രതിവിധി കണ്ടെത്തുന്നവരെ കൂടിയാണ്. സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ലൈക്ക് you and you all. Thank you. Now I welcome Arundhati ma'am, Women Empowerment Department National Head, True Leader, Influencer. Nishan sir പറഞ്ഞ പോലെ a real solution provider. Please ma'am. താങ്ക് യു. ഈ ഒരു ഓഡിറ്റോറിയം ഇനാഗുറേഷൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരാനുള്ള പ്രധാന കാരണം നിങ്ങൾ കൊച്ചു കൂട്ടുകാരോടൊത്ത് കുറച്ച് സമയം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ വിശിഷ്ട അതിഥികളെ പോലെ അത്ര നല്ലതായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. എൻ്റെ സ്കൂളിൽ അവിടെ ഏറ്റവും പിറകിലത്തെ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ വിശിഷ്ട അതിഥികൾ വരുമ്പോൾ അവർ പ്രസംഗിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇങ്ങനെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് കേൾക്കുക. എന്നിട്ട് ഞാൻ ആലോചിക്കും, എന്നെങ്കിലും എനിക്ക് ഇതേപോലെ സംസാരിക്കാൻ കഴിയുമോ. കാരണം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു ജെന്യുവിൻ റീസൺ വേണം. അത് കണ്ടുപിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ക്ലാസ്സിലെ ആൺകുട്ടികളാണ്. ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു വലിയ ഞാവൽമരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ കയറി സ്വയം ഞാവൽപ്പഴം പറിച്ചു കഴിക്കാനുള്ള ആൺകുട്ടികളുടെ കുസൃതി നിറഞ്ഞ വാശി. ആ പഴം മണ്ണിൽ പെടുന്നതിന് മുന്നേ പിടിക്കുക എന്നുള്ളതാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെൻറ്റ്. ഞാനങ്ങനെ ഞാവൽ മരത്തിൽ കുറേ കയറാൻ ശ്രമിച്ചു, നടന്നില്ല. കൂട്ടുകാർ ചിരിച്ചു, കളിയാക്കി, പരിഹസിച്ചു. പക്ഷെ ഒരുപാട് പരാജയങ്ങൾക്കൊടുവിൽ ഒരു ദിവസം ഞാൻ കയറി. അന്ന് അതിൽ നിന്ന് ഞാൻ സ്വയം പറിച്ചെടുത്ത് കഴിച്ച പഴമാണ് ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്വീറ്റസ്റ്റ്. എൻ്റെ കോളേജ് കാലം കഴിഞ്ഞു. ഞാൻ തുടക്കം കുറിച്ച വിമൺ ഫോർ വിമൺ എന്ന സംഘടന ഏകദേശം 2000-ഓളം സ്ത്രീകളുള്ള വലിയൊരു സംഘടനയാണ്. അതിനു വേണ്ട കോൺഫിഡൻസ് കൊടുക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ആ സ്കൂൾ ഗ്രൗണ്ടിലെ ഞാവൽമരം തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നേടേണ്ടത് അതിനുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ.
Trust me, the fruits are sweeter from up here. Thank you. Now I request Mr. Vamadevan sir to hand over the check to Arundhati ma'am's foundation. കഴിഞ്ഞ എൻ്റെ 4 വർഷം നൂതനമായ സാങ്കേതിക വിദ്യയുടെ ആശയം തേടിയുള്ള സഞ്ചാരം, പേടി നിറഞ്ഞ വഴികളിലൂടെ, അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരുന്നിരിക്കാം. ഫോർ ദിസ് ഡേ, ഓൺലി ഫോർ ദിസ് ഡേ. ഐ വാസ് ഇൻ ജയിൽ, war zones, difficult situations. Okay. Hey, go. Sir, we need you. Sir. നമുക്ക് ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത കുറച്ച് ആൾക്കാർ, അവരുടെ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ, ദീർഘവീക്ഷണമുള്ള വിഷണറീസ്, ബ്ലൈൻഡ് ബിലീവേഴ്സ്, ഇവരോടൊപ്പമുള്ള കുറേ അനുഭവങ്ങളാണ് പേടി അഥവാ ഭയം എന്നതിനെ ഒഴിവാക്കാനുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാം എന്ന തീരുമാനത്തിലെത്തിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരു സുരക്ഷാ കവചം. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഇന്നവേറ്റീവായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അത്യാവശ്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, എന്നാൽ അവർക്ക് കൂടി പ്രയോജനമാകുന്ന തരത്തിൽ സമൂഹത്തിലെ എല്ലാവർക്കും, അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും നിർഭയം സഞ്ചരിക്കാനായി ഒരു സുരക്ഷാ കവചം, ആൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് സിസ്റ്റം ദാറ്റ് ഈസ് സേഫ്. അതുപോലെ നമ്മളൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കണ്ടുവരാണ്. പക്ഷേ കുറച്ച് IT പ്രോഗ്രാമേഴ്സ് അവരുടെ കംഫർട്ട് സോണിലിരുന്ന് മെനഞ്ഞെടുത്തൊരു ആപ്ലിക്കേഷൻ അല്ല സേഫ്. സേഫ് ഒരു കൂട്ടായ്മയാണ്. പഴയ മോഴ്സ് കോഡ് മുതൽ റോക്കറ്റ് സയൻസ് വരെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒരുമിപ്പിച്ച്, അത് ടെലികമ്മ്യൂണിക്കേഷൻ ആവട്ടെ, മൊബൈൽ ടെക്നോളജി ആവട്ടെ, റേഡിയോ ഫ്രീക്വൻസി, സാറ്റലൈറ്റ്, എന്തുമാവട്ടെ, എല്ലാത്തിനെയും കൂടി ഒരുമിപ്പിച്ച് പരിമിതികളില്ലാത്ത ഒരു സാങ്കേതിക വിദ്യയായി ക്രിയേറ്റ് ചെയ്തെടുത്ത ഒന്നാണ് സേഫ്. നമ്മളൊക്കെ ഇതുവരെ അലങ്കാര വസ്തുക്കളായി മാത്രം കണ്ടിരുന്നു മോതിരം, കീ ചെയിൻ, ലോക്കറ്റ്, ഇവയൊക്കെ സേഫ് എന്ന ആപ്ലിക്കേഷൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസായി മാറുകയാണ്. സേഫിൽ അംഗമായിട്ടുള്ള ഒരു കുഞ്ഞിനെ പോലും ഹേർട്ട് ചെയ്യാനോ ഹാം ചെയ്യാനോ ആരും മുതിരില്ല. അവർ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കും. ബിക്കോസ് ദ കൾപ്രിറ്റ് വിൽ നോ ദ കോൺസിക്വൻസസ്. ദാറ്റ് ഈസ് ദ ഓൺലി ഇൻറ്റൻഷൻ. സേഫ് എന്ന ഈ കൂട്ടായ്മയിൽ ലോയേഴ്സ്, ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ്, മീഡിയ പേഴ്സൺ, സയൻറ്റിസ്റ്റ് എല്ലാവരും ഞങ്ങളുടെ കൂടെ. ഇനി നിങ്ങളും. സോ സേഫ് ഈസ് ഡൗൺലോഡബിൾ ഫ്രം now. Okay. Hello, Arundhati madam. Hey, congrats. Congrats to you too. Thank you. ഞങ്ങളുടെ ഇവിടുത്തെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. പിസയും തീർന്നു. കഴിഞ്ഞോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. എല്ലാവരും ഇനി സേഫിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 14,200 rupees മാത്രം. So it's time. We request all our well-wishers to contribute very, very generously. Okay. Because we really need it. Yeah. ഈ മാസം നല്ല ചെലവുണ്ട്.
ശ്രേയ ശ്രീധരൻ IPS സർജറിക്ക് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടോ? ഏയ് അവർക്ക് ഷാലോ ബേൺസ് ഉള്ളൂ, പെട്ടെന്ന് തന്നെ ക്യൂർ ആവും. For good. ഓ താങ്ക് യു, ഹൈലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. പേഷ്യൻസിലൂടെ ഹോസ്പിറ്റൽ റൂട്ടീൻസ് വാസ് ഗെറ്റിംഗ് ടു മീ. നല്ലൊരു സൺഡേ സമ്മാനിച്ചതിന് താങ്ക് യു. ഒന്ന് ചിരിക്കോ? നൈസ്, സൂപ്പർ. ഓക്കെ ശരി എന്നാ, ബൈ. ഇത് നോക്ക്, കൊള്ളാല്ലേ? നോക്കട്ടെ, നൈസ് ഉണ്ടല്ലേ? ഡോക്ടറിന്റെ സ്മൈൽ കൊള്ളാമല്ലോ. ഞാൻ പറയണോ? ഈ കുട്ടിക്ക് കൊടുത്തോ? അയ്യോ. ഹലോ. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ വരാം. ഇത് പിടിച്ചേ, ഞാൻ പോവാണേ. ബൈ ബൈ. ഓഫീസിൽ നിന്നുള്ള കോളാന്ന് തോന്നുന്നു. എന്താ അരുൺ തന്നതാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, നടക്കാവ് MLA വാമദേവൻ അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതമാണെന്ന് മിഷൻ ഹോസ്പിറ്റൽ ഡോക്ടർ സ്ഥിരീകരിച്ചു. MLA വാമദേവന്റെ ഭൗതിക ശരീരം നടക്കാവിലെ തന്റെ വസതിയായ ചെറുമല്ലൂരിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. 10 മണിയോടുകൂടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് പാർട്ടി വക്താവ് മാധ്യമങ്ങളോട് MLA വാമദേവന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാ നഷ്ടമാണ് MLA വാമദേവന്റെ നിര്യാണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നത്. 1984, 96, 2003 കാലഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ഈ വരുന്ന മന്ത്രിസഭാ പുനർനിർമ്മാണത്തിൽ ആരോഗ്യമന്ത്രിയാവാനിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. MLA വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ. കഴിഞ്ഞ കുറെ നാളുകളായി വളരെ മാനസിക സംഘർഷത്തിലായിരുന്നു വാമദേവൻ. ദേവനാഥൻ ട്രസ്റ്റിലെ പീഡന പരമ്പര, ട്രസ്റ്റ് മാനേജർ ഇടിക്കുളയുടെ കൊലപാതകം, ശ്രേയ IPS നേരെയുള്ള ആസിഡ് ആക്രമണം മുതലായ ചുരുളഴിയാത്ത കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദാരുണാന്ത്യം. ക്യാമറാമാൻ സജീവനൊപ്പം ഫിയോണ ഫിലിപ്പ്. പാർട്ടിക്കിപ്പോൾ ഒരു തൊഴിൽക്കാരൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അനേകം അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമുക്ക് തന്നെ നല്ലൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. മന്ത്രിസഭാ പുനർനിർമ്മാണത്തിൽ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ദാരുണാന്ത്യം സംഭവിച്ചത്. MLA വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ വാമദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ. മുഖ്യമന്ത്രിയോടൊപ്പം കേരളവും ഒരു വലിയ അന്തിമ MLA വാമദേവന്റെ അപ്രതീക്ഷിത വേർപാട് അദ്ദേഹത്തിന്റെ മകൻ മഹാദേവന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരു വഴിത്തിരിവാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഹലോ ഹലോ, ഇത് ശ്രീജയുടെ വീടല്ലേ? അതെ അതെ, ഞാൻ ശ്വേതയുടെ ഫാദറാ. ആ പറയൂ. അതെ, ശ്വേത ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ശ്രീജ എത്തി, വിളിക്കണോ? വേണ്ട, ശ്വേതയുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ നമ്പർ കിട്ടുമോ? അക്ഷരയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കൂ, അവരൊരുമിച്ചായിരിക്കും. ഓ ശരി. ആ മോളെ, ചേച്ചിയുടെ കോളേജ് ഡയറി എടുത്തേ. ഇപ്പൊ തരാം. ഫോൺ എടുക്കുന്നില്ല.
മോള് വന്ന് ശാരദേ ഒന്നിങ്ങോട്ട് വാ. ആ മോളെ വട്ടിട്ട് ചാവി എടുത്തേ. ചേട്ടൻ ഇങ്ങോട്ട് ഈ നേരത്ത്? ശ്വേത ദൂരം വന്നില്ലെന്നേ. ഞാൻ ബസ് സ്റ്റോപ്പ് വരെ പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ. ചാവി നീ ഇവിടെ ഞാനും പോവാ അച്ഛൻ്റെ കൂടെ. രാത്രിയില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്വേതമോള് വരെ കോളേജിൽ നിന്ന് എത്തിയില്ലെന്നേ. വഴിയൊക്കെ ഭയങ്കര ഇരുട്ടല്ലേ. സമയം 9:30 ആയല്ലോ ഇപ്പൊ. 9:30? അതെ മാഷേ, ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞല്ലോ. ബസ് പോയോ? 10 മിനിറ്റ്. ഞാൻ എന്നാലും കോളേജ് വരെ പോയി നോക്കാം. വാ മോളെ. അദ്ദേഹം നമ്മുടെ ശ്രീധരൻ മാഷല്ലേ? അതെ. മാഷിപ്പോൾ ഒറ്റയ്ക്കാണ്. 2 പെൺകുട്ടികളാണ് മാഷി. അപ്പോൾ അവരുടെ അമ്മ? അവർ നേരത്തെ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിൽ. പിന്നെ 2 കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ച മാഷ കാര്യം ആലോചിക്കാൻ വയ്യ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മഴ വരുന്നുണ്ട്. നമുക്ക് പോവാം. ആരാ? മോള് വരെ കോളേജിൽ നിന്ന് എത്തിയിട്ടില്ല. കൂട്ടുകാരികൾ വീട്ടിലെത്തിയിട്ടില്ല. ഇത് ഇവിടെ ഇങ്ങനെ അവിടെ ആരുമില്ല. എല്ലാ കുട്ടികളെയും പുറത്താക്കിയിട്ട് ഞാൻ ഗേറ്റ് അടിച്ചത്. പിന്നെ എവിടെ പോയി അന്വേഷിക്കണ്ട മോളെ? അവിടെ സാറ് ടെൻഷൻ അടിക്കണ്ട. കൊച്ചു വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. ഈ മഞ്ഞത്ത് കൊച്ചിനെ കൊണ്ട് വെറുതെ സാർ വീട്ടിലോട്ട് പോയി. എവിടെ എന്തായി? എല്ലായിടത്തും നോക്കിയോ? കോളേജിലൊക്കെ നോക്കിയോ? ഞാൻ പോയിട്ട് നാളെ വരാം. കുട്ടികളെ ഒറ്റയ്ക്കാൻ വീട്ടിലേക്ക്. ചേട്ടനൊന്നും നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ ചെയ്യും. ശരി ശരി. പോലീസില്
ഞാൻ താഴേക്കിടാം, പിടിക്കൂ. ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ ശ്വേത ഇവിടെ വന്നിരുന്നോ? ഐ എം കൺഫ്യൂസ്ഡ്. ശ്വേതയുടെ തിരിച്ചുവരവ്, മഹാദേവൻ്റെ കിഡ്നാപ്പ്, പഴയ അൺസെറ്റിൽ കോളേജ് ഇഷ്യൂസ് തീർക്കാനാണെന്നൊരു ഡൗട്ട്. രണ്ടുപേരും ഹെഡ് സ്ട്രോങ് റൈവൽസ് ആയിരുന്നു കോളേജിൽ. നല്ല വാശിക്കാരായിരുന്നു രണ്ടാളും. മോളെ ചായ എടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ വാട്ട്സ് ദ മാറ്റർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, ഇറ്റ്സ് ഫ്രോം സേഫ്. ആ ദീപൻ, യെസ്. ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം. ഡു എ ഫോളോ അപ്പ് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ബാക്കപ്പ്. ഇത് സേഫ് എന്നാണല്ലോ. അരുന്ധദാസിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ആപ്ലിക്കേഷൻ അപ്പോൾ ലൈവായി. റിയലി ഹാപ്പി ഫോർ ഹർ. അരുന്ധതി ദാസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഡോക്ടറിനെ അവരറിയോ? യെസ്, വെരി വെൽ. കഴിഞ്ഞ 3 വർഷമായി ഏകദേശം ഒരു 20ഓളം പ്ലാസ്റ്റിക് സർജറീസ് ആസിഡ് അറ്റാക്ക് വിക്ടിംസിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഷീസ് എ ട്രൂ ഹ്യൂമാനിറ്റേറിയൻ. അഡ്വാൻസ് സർജറീസ് വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ഇരുന്നത്. ഇതിനൊക്കെ ഫണ്ട്സ് എവിടെ നിന്ന്? എന്താ അവരുടെ സോഴ്സ്? പബ്ലിക് ഡൊണേഷൻസ്, CSR ആൻഡ് പോലീസ് സംശയം. ഏയ് അങ്ങനൊന്നുമില്ല. എവിടെ അവരുടെ നാട്? ഷീസ് ഫ്രം കണ്ണൂർ. പെർമനന്റ് അഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫയലിൽ നിന്ന് കിട്ടും. ബട്ട് വൈ? ജസ്റ്റ് ക്യൂരിയസ്. ഇപ്പൊ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. ചായ തണക്കും. വരൂ. ഇതില്ലേ അച്ചാറിന് നല്ലതാ. ഈശ്വരി അമ്മ? അതെ. എന്താ? ആരാ? മിസ്റ്റർ ദാസ്. കുട്ടി ഏതാ? ദാസിനെ അറിയോ? അല്ല, വെറുതെ ഒന്ന് കേറിയതാ അമ്മയെ കാണാൻ. മോളെ ഞാൻ അറിയും. TV സീരിയലൊക്കെ പോലീസ് വേഷത്തിൽ അഭിനയിക്കണല്ലേ? സൂപ്പറാണ് ട്ടാ. ഇരിക്കും മോളെ. മിസ്റ്റർ ദാസ് വരാറില്ലേ? അദ്ദേഹത്തിന്റെ മകൾ അരുന്ധതി? ദാസൻ ഇടയ്ക്കൊക്കെ വരും. കുട്ടിയെ ചെറുപ്പത്തിൽ കണ്ടതാ. അവരൊക്കെ അങ്ങ് ഡൽഹിയിലല്ലേ. ഒരിക്കൽ വന്നു. എൻ്റെ കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് പോവാൻ പറഞ്ഞതാ. അവൻ കേക്കണ്ടേ. അമ്മയുടെ ഒരേ ഒരു അനിയനാണ് ദാസേട്ടൻ. പട്ടാളത്തിലായിരുന്നു. ഇളയതാ. എന്നേക്കാ 10 വയസ്സിന് ഇളയത്. അവനൊരു അന്യജാതിയിൽപ്പെട്ട കുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു. സമുദായക്കാരും ബന്ധുക്കളും ഒക്കെ എതിർത്തു. വാശിക്ക് അവനൊട്ടും മോശമല്ലല്ലോ. അവളെ കൂട്ടി അവൻ ഡൽഹിക്ക് പോയി. അതിലൊരു കുട്ടി. എൻ്റെ അമ്മയുടെ പേരാ അവൾക്ക്, അരുന്ധതി. അമ്മയുടെ ആ വെള്ളാരങ്കണ്ണേ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അരുന്ധതി ഇവിടെ വരാറുണ്ടോ? എവിടെ? ഡൽഹിയിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ. ഈ നാടൊക്കെ എങ്ങനെ പിടിക്കാനാ? ദാസം വന്നിട്ട് തന്നെ കൊല്ലം എത്രയായി. ഇടയ്ക്കൊക്കെ വിളിക്കും, അത്ര തന്നെ. പൈസ മാറാ?
status message. Switched off. Hello, Abhishek. Yeah, Fiona. Distress message. What happened? Yeah, I have my phone with me. Wait a minute. Okay. Sarah, get up. Monitor on check. On check. WDAE 95.3 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ എം സോ സോറി ടു ഇന്ററപ്റ്റ്. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ മധുരയിൽ നിന്നും സിറ്റിയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഷീസ് കംപ്ലീറ്റ്ലി ന്യൂ ടു ദ സിറ്റി. അപ്പോൾ ഇവിടുത്തെ റൂട്ട്സോ അല്ലെങ്കിൽ മാപ്സോ ഒന്നും അറിയാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ക്യാബിൽ കയറി. ഐ ഗോട്ട് ടു നോ ദാറ്റ് എടച്ചിറ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് എടുക്കേണ്ട വണ്ടി നേരെയാണ് പോയത്. സോ ഐ എം റിയലി കൺസേൺഡ്, കാരണം അവിടെ ഒരു ഡെഡ് എൻഡ് ആണ്. സോ ആ ഭാഗത്ത് ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവീത് ആ ടാക്സി ഡ്രൈവർ കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ദിസ് ഇസ് RJ അഭിഷേക് ഓൺ WDAE 95.3. എന്താ തൻ്റെ ഫോൺ ഓഫ് ആണല്ലോ, വഴി തെറ്റിയാലോ? ചാർജ് ചെയ്യണം പോയതാ. എടോ ഇതേ പോയ റോഡ് അവസാനിച്ച് പിന്നെ പുഴയാണ്. എന്തിനാടോ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കണത്? അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, അവരെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടാക്കേണ്ട ചുമതല നമുക്കല്ലേ ഉള്ളത്. അതെ. മോള് മധുരയാണോ? അതെ. മോളെ, ഈ ടാക്സിയിലൊക്കെ കയറുമ്പോഴേ ചൈൽഡ് ലോക്ക് ഉണ്ടാന്ന് നോക്കണ്ടേ? ആള് കൊള്ളാം. എടോ, റേഡിയോ ഓൺ ചെയ്ത് പാട്ടൊക്കെ കേട്ട് റൂട്ട് തെറ്റാതെ അവരവിടെ കൊണ്ടുചെന്ന് ആക്ക്. ശരി, സംസ്ഥാനത്തുള്ളവരല്ലേ, വേഗം ചെല്ലും. ശരി, ഓക്കെ. ദ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബോംബെ, ഡൽഹി, കാൽക്കട്ട പോലെയുള്ള സിറ്റീസ് ആണ്. ബട്ട് ഐ എം സോ ഗ്ലാഡ്, സോ ഹാപ്പി. ഞാൻ ചെറിയൊരു ഹെൽപ്പ് ചോദിച്ചപ്പോഴേക്കും സോ മെനി പീപ്പിൾ കോൾഡ് ഇൻ. യുനോ, ഇത്രയും ആൾക്കാർ രാത്രി ഇത്രയും സമയം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും, ഇത്രയും ആൾക്കാർ ഈ ഷോ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആ ഡ്രൈവറെ കണ്ടെത്തി ആ ഡ്രൈവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു. സോ ആ സ്നേഹദൂതുമായി വന്ന് എല്ലാ സുഹൃത്തുക്കൾക്കുമായി ദ ട്രാക്ക് കമ്മിങ് അപ്പ് ഫോർ യു. ഒരു ലക്ഷ്യമില്ല, വണ്ടി ഫുള്ളാണ്. കൺഫേം ആയിട്ടില്ല. ഇപ്പം പ്രയാസമാണ്. ഒരു കാര്യം ചെയ്യാം, B3 സീറ്റ് നമ്പർ 14. ആ, ഓക്കെ.